Welcome to Polar classes. Today we have 5th standard English. അപ്പോൾ നമുക്ക് ഇപ്പോഴാ നമ്മുടെ ആക്ടിവിറ്റി ഫസ്റ്റ് യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ആക്ടിവിറ്റി 1. All of you take your text and turn to page number 20. നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ചെയ്തു പോകാം. ആക്ടിവിറ്റി 1. Complete the riddle about the mirror. ഒരു കടങ്കഥ മിററിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. I am plain, but I am true. When you cry, I never laugh. When you laugh, I never cry. When you are cool, I am not. Coolന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? Hot. Hot. Next line. When you are hot, I am not cool. Cool. Next line. When you are happy, I am not sad. I am not sad. Last line. When you are sad, I am not happy. When you are sad, I am not happy. I am not happy. ഇത് എഴുതി കഴിഞ്ഞല്ല. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2. Frame 3 more riddles about the mirror. An example is given below. അപ്പം റിഡിൽസ് തയ്യാറാക്കാനാണ്, കടങ്കഥകൾ തയ്യാറാക്കാനാണ്. എന്തിനെക്കുറിച്ച്? മിററിനെ കുറിച്ച്. മിററിന് ആൻസർ വരത്തക്ക രീതിയിൽ നമ്മൾ കടങ്കഥകൾ തയ്യാറാക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഐ ഹെൽപ് സീ യുവർ ഫേസ്, ഹു ആം ഐ. അപ്പം ഇനി നമുക്ക് 3 കടങ്കഥകൾ കൂടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. വെൻ യു സ്മൈൽ, ഐ ടു സ്മൈൽ. വെൻ യു ക്രൈ, ഐ ടു ക്രൈ, ഹു ആം ഐ. എഴുതാം. വെൻ യു സ്മൈൽ, I too smile. When you cry, I too cry. Who am I? ഇനി മറ്റൊരു കടങ്കഥ. I am smooth and shining. I can bring far away things very close to you. Who am I? I am smooth and shiny. I can bring far away things very close to you. Who am I? ആൻസർ ദ മിറർ. ഇനി നമുക്കൊരു മൂന്നാമത്തെ ഒരു റിഡിലും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട്. I always speak the truth, but I can't utter a word. Who am I? I always speak truth, but I can't utter എന്ന് വെച്ചാൽ ഉച്ചരിക്കുക, പറയുക. I can't utter a word. Who am I? നമ്മൾ 3 റിഡിൽസ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി
അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. Activity 3. Read the following sentence from the story. He picked it up and looked at it. This can be split into 2 sentences. He picked it up, he looked at it. Then next page, page number 21. Similarly, some of the sentences from the story The Mirror are combined using the word and. Split them into 2. One is done for you. നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. He picked it up and saw the face in it again. അപ്പോൾ അതിനെ നമ്മൾ അത് ആൻഡ് ചേർത്ത് കമ്പൈൻ ചെയ്തിരിക്കുകയാണ് 2 സെൻറ്റൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും 2 സെൻറ്റൻസ് ആക്കി മാറ്റുന്നു. He picked it up, he saw the face in it again. അപ്പം ഇനി നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. He held the mirror close to his heart and went home. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് 2 സെൻറ്റൻസ് ആക്കി കഴിഞ്ഞാൽ 2ൻ്റെ സബ്ജക്റ്റ് സെയിം ആണ്. He held the mirror close to his heart, he went home. ആൻസർ He held the mirror close to his heart. ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് He went home. He went home. അടുത്തത് pick out 2 more sentences from the story and split them into 2 sentences. അപ്പോൾ ഇനി നമ്മൾ 2 സെന്റൻസ് നമ്മുടെ സ്റ്റോറിക്കകത്ത് നിന്ന് കണ്ടെത്തിയിട്ട് ആ 2 സെന്റൻസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. She grabbed the mirror from him and looked into it again. She grabbed the mirror from him and looked into it again and looked into it again. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. She grabbed the mirror from him and looked into it again. അപ്പം she grabbed the mirror from him, she looked into it again. അപ്പം അങ്ങനെ 2 സെന്റൻസ് ആക്കാം ഇതിന്. She grabbed the mirror from him. ഒരു സെന്റൻസ്. Then she looked into it again. ഒരു സെന്റൻസ് നമ്മൾ കണ്ടെത്തി അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് സെന്റൻസ്. The mirror fell down the floor. The mirror fell down the floor and broke into pieces. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അപ്പോൾ ഇവിടെ ദ മിറർ ഫെൽ ഡൗൺ, മിററാണ് താഴെ വീണത്, മിറർ ബ്രോക്ക് ഇൻ ടു പീസസ് എന്ന് വരും. അപ്പം ദ മിറർ ഫെൽ ഡൗൺ ദി ഫ്ലോർ, ദ മിറർ ബ്രോക്ക് ഇൻ ടു പീസസ്. ദ മിറർ fell down the floor. ഒരു സെന്റൻസ്. ദെൻ രണ്ടാമത്തെ സെന്റൻസ് the mirror
broke into pieces. The mirror fell down the floor and broke into pieces. And split ചെയ്യുമ്പോഴാണ് the mirror fell down the floor, the mirror broke into pieces. Next, look at these sentences, combine them using and. ഇനി നമുക്ക് രണ്ട് സെപ്പറേറ്റ് സെന്റൻസ് തന്നിട്ട് അതിനെ നമ്മൾ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുന്നു. She looked eagerly into it. She saw the face of a woman in it. അപ്പം അതെങ്ങനെ കമ്പൈൻ ചെയ്യാം? She looked eagerly into it and saw the face of a woman in it. She eagerly, she looked eagerly into it and saw the face of a woman in it. അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ. You have seen that the word and connects two sentences. Is and used to connect two sentences only. അപ്പോൾ ഈ ആൻഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് സെന്റൻസുകൾ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ചോദ്യം. വാട്ട് എൽസ് ഈസ് ആൻഡ് യൂസ്ഡ് ഫോർ? ഗീവ് എക്സാമ്പിൾസ്. അപ്പം ഈ ആൻഡ് ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകൾ മാത്രമല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യാം. ബ്രെഡ് ആൻഡ് ബട്ടർ എക്സാമ്പിൾ. ഇപ്പം നൗണിനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എഴുതുന്ന എക്സാമ്പിളാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ. ദെൻ വെർബിനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് വെർബ്സ് ഉണ്ട്. ഈ രണ്ട് വെർബ്സിനെ നമ്മൾ കണക്ട് ചെയ്യാണ്. ഗോ ആൻഡ് പ്ലേ. ഗോ ആൻഡ് പ്ലേ. അപ്പം ആൻഡ് ഉപയോഗിച്ച് സെന്റൻസുകൾ മാത്രമല്ല നൗൺസിനെ കണക്ട് ചെയ്യാം, വെർബ്സിനെ കണക്ട് ചെയ്യാം. പിന്നെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നൗൺസിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡിനാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. പിന്നെ നമ്മൾ രണ്ട് ആഡ്വേർബ്സിനെ കണക്ട് ചെയ്യുന്നു. ആഡ്വേർബ്സ് എന്ന് വെച്ചാൽ വെർബ്സിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡിന് ആഡ്വേർബ്സ് എന്ന് പറയും. നീറ്റ്ലി ആൻഡ് കെയർഫുള്ളി. നീറ്റ്ലി ആൻഡ് കെയർഫുള്ളി. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ സെന്റൻസുകളെ മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ അല്ല. നമ്മൾ നൗൺസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ജാം, ഫാദർ ആൻഡ് മദർ. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. വെർബ്സ് ഗോ ആൻഡ് പ്ലേ, തിങ്ക് ആൻഡ് റൈറ്റ്. അപ്പം ഇങ്ങനെ വരുന്ന ഒരുപാട് വെർബുകൾ നമുക്ക് കണ്ടെത്താം. അഡ്ജക്റ്റീവ്സ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റി. വേറെ എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്താം. ഷൈനിങ് ആൻഡ് ടിംഗ്ലിങ്. അതുപോലെ ആഡ്വേർബ്സ് നീറ്റ്ലി ആൻഡ് കെയർഫുള്ളി, നീറ്റ്ലി ആൻഡ് ലെജിബിളി. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്തിയത്. ഓക്കെ.